ഒരു പ്രദേശത്തെയാകെ ഭീതിയിലാഴ്ത്തി ആഫ്രിക്കൻ നൊച്ചിന്റെ ശല്യം. ചാരുമൂട് കരിമുളയ്ക്കൽ ഭാഗത്താണ് ആഫ്രിക്കൻ നൊച്ചിന്റെ ശല്യം രൂക്ഷമായത്. 2021 മുതലാണ് ചാരുമൂട് കരിമുളയ്ക്കൽ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ നൊച്ചുകളെ കണ്ടു തുടങ്ങിയത്. കായംകുളം പുനലൂർ റോഡിന്റെ തെക്ക് ഭാഗത്തായി താമരക്കുളം പഞ്ചായത്തിന്റെയും ചുനക്കര പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശത്താണ് ആഫ്രിക്കൻ നൊച്ചുകളുടെ ശല്യം കൂടുതലായി ഉള്ളത്. 2021 മുതൽ ഞങ്ങളുടെ നാട്ടിൽ ഒച്ചിന്റെ ശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ്. കുടിവെള്ള സ്രോതസ്സുകൾ വരെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഒച്ചിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ കിണറിന്റെ കരയിലും മറ്റും ഒച്ച് കയറി ഇരുന്ന് അത് വിസർജിച്ച ഒരു അവസ്ഥയിലാണ്. അത് എല്ലാവർക്കും മടുപ്പുളവാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. പലവിധ രോഗങ്ങൾ പരത്തുന്ന ഈ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു നടപടിയും ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ചെയ്യുകയുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഓരോ വിളകൾക്കും നാശനഷ്ടം ഉണ്ടാക്കുകയാണ് ദിനം പ്രതി ഇത് ചെയ്യുന്നത്. ഒരു ഓമയ്ക്കയായാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിളകളായാലോ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുകയില്ല. എല്ലാം തിന്ന് നശിപ്പിക്കുകയാണ് ഈ ഒച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം വളരെയധികം ദുരിതമാണ് ഈ പ്രദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മതിലിലൊക്കെ ആയാലും ഒച്ചിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത്. നമ്മൾ ഉപ്പിട്ടിട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അതിന്റെ ഇരട്ടിയായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദിനം പ്രതി ഇത് പെരുകുന്നതല്ലാതെ ഇത് കുറയുന്ന ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തോ വേണ്ടപ്പെട്ട അധികാരികളോ ഇതിന് പരിഹാര നടപടിയൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഒച്ച് ആഫ്രിക്ക ഒച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 4-5 വർഷമായി നമ്മുടെ ഈ കരിമുളയ്ക്കൽ പ്രദേശത്ത് തുടങ്ങിയിട്ട്. ആദ്യമേ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഓരോന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുത്തതാണ് പഞ്ചായത്തിൽ നിന്നൊക്കെ. പക്ഷെ ഇത് വർദ്ധിച്ചു വരുമല്ലാതെ ഇതിന്റെ കുറഞ്ഞു കാണുന്നില്ല. അതായത് ഇതിനെ കാണുന്ന രാവിലെയും ഈ മഴത്തുള്ളി വീഴുമ്പോൾ രാവിലെയും സന്ധ്യാസമയങ്ങളുമാണ്. ഒരു ഇഷ്ടം പോലാണ് അത് തുടങ്ങുന്നത്. ഈ നിരനിരയാന്ന് ഇരിക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കൃഷിയാണ് നശിപ്പിക്കുന്നത്. ആ കൃഷി എന്ന് പറയുമ്പോൾ അങ്ങ് തിന്നുവാണ്. ഇതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപ്പ് ഇതിനെ മലത്തി ഇടുക, ഉപ്പ് വാരി ഇടുക. അപ്പൊ ഇത് ഉരിയ മാറും. വീണ്ടും ഇതുപോലെ കാണും. രാവിലെയും വൈകിട്ടും അത്രയും ശരിയാണ്. ദിവസവും ഡെയിലി ഇങ്ങനെ കൂടുകയല്ലാതെ കുറഞ്ഞു കാണില്ല. മതിലേലും എന്ന് വേണ്ട വാഴയിലും ഇത് തിന്നാതിരിക്കുന്ന സാധനം നമ്മുടെ പനിക്കൂർക്കയായിരുന്നു. ഇപ്പൊ പനിക്കൂർക്ക വരാ ഡിജയൊക്കെ ഇവരെല്ലാവരും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പനിക്കൂർക്ക എടുത്തോണ്ട് വരുമായിരുന്നു. അതേ തിന്നത്തില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ പനിക്കൂർക്ക വരെ അത് തിന്നുക. ഇത് വേണ്ട തെങ്ങേലും മരത്തേലും മഹാഗണി എന്ന് വേണ്ട എല്ലാ ഇലയും മൊത്തം അങ്ങ് തീറ്റിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പച്ചക്കറികളൊന്നും കാണാനില്ല. ഇപ്പൊ എല്ലാം അങ്ങ് തിന്നുക. തുളസിയില വരെ അത് തിന്നുന്നത്. തുളസിയില വരെ അത് നശിപ്പിക്കുക. പിന്നെ മാരകമായ ഇതിന്റെ നമ്മൾ രാവിലെ കൈയുറയൊക്കെ ഇട്ടോണ്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അല്ലാതൊക്കെ ഇതിനെ ചിലരാണെങ്കിൽ ചവിട്ടി പൊട്ടിക്കുമ്പോൾ അടിച്ചു പൊട്ടിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ മരമൊക്കെ നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ചൊറിച്ചില് മാരകമായ അസുഖങ്ങളുണ്ടാകും. ചൊറിച്ചിലാണ് മുഖ്യമായും. ചൊറിച്ചിലും പിന്നെ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും. പഞ്ചായത്ത് കാർഷിക ഇതിൽ നിന്നൊക്കെ ആൾക്കാർ വന്നൊക്കെ ക്ലാസ്സൊക്കെ എടുക്കുകയൊക്കെ ചെയ്തതിനെ നശിപ്പിക്കാൻ ഒരു ചാക്കിനകത്ത് ശർക്കരയൊക്കെ ഇട്ട് കൊണ്ടുവെക്കാമെങ്കിൽ ഈ ചാക്ക് നനച്ചിടാമെങ്കിൽ അതിനകത്ത് കൂട്ടമായിട്ട് വന്നിരിക്കും. അപ്പൊ അതിനെ നശിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ചെയ്യുന്ന എല്ലാവരും ഉപ്പ് ലായനി ബക്കറ്റിനകത്ത് കലക്കി ഇട്ടിട്ട് ഇതിനെ ഒച്ചിനെ എല്ലാം പിറക്കി അതിനകത്ത് വാരി ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ അതിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര ദുർഗന്ധമുള്ള വെള്ളമാണ്. വീടിന്റെ ഭിത്തിയിലും മേൽക്കൂരകളിലും മരങ്ങളിലും ഇതിനെ കൂടുതലായി കാണാം. മഴയുള്ളപ്പോഴും രാത്രി സമയങ്ങളിലുമാണ് ഒച്ചുകൾ പുറത്തിറങ്ങുന്നത്. പ്രദേശവാസികൾക്ക് ചെടികൾ വളർത്തുവാനോ കൃഷി ചെയ്യുവാനോ സാധിക്കാത്ത സ്ഥിതിയിലാണ്. ഈ വാർഡിലെ എല്ലാ പ്രദേശത്തും ഒച്ചു മുഖാന്തരം ഞങ്ങളുടെ ഉപജീവന മാർഗം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കൃഷി കൊണ്ട് മാത്രം ജീവിച്ചു വരുമായിരുന്ന ഞങ്ങളുടെ ഈ കുടുംബങ്ങളിൽ ഒരു വസ്തു പോലും കൃഷി സാധനങ്ങൾ ഇപ്പോൾ എടുത്ത് ഞങ്ങൾക്ക് ഉപജീവന മാർഗം നടത്തുവാനോ ഞങ്ങൾക്ക് ഉപയോഗിക്കുവാനോ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു മാർഗം ഒരു ഭാഗത്തു നിന്നും ഇതുവരെ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞങ്ങളുടെ പൈസ മുടക്കി എന്തെങ്കിലും ഉപ്പ് മേടിച്ചിട്ട് നശിപ്പിക്കുക. അതിന്റെ ഇരട്ടി തന്നെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും പെരുകി വന്ന് ഞങ്ങൾക്കിപ്പോ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് മാറിയേക്കുവാണ്. ഞങ്ങൾക്ക് എല്ലാ തരത്തിലും ഒരു കൃഷി സാധനങ്ങൾ പോലും ഞങ്ങൾക്ക് സാധനങ്ങൾ പോലും അത് പിന്നെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരു വലിയൊരു ദുരിതാവസ്ഥയിലോട്ട് ഞങ്ങൾ മാറിയിരിക്കുകയാണ്. 21 മുതൽ ഈ ആഫ്രിക്കൻ ഒച്ചെന്ന് പറയുന്ന ജീവിയുടെ ഉപദ്രവം കരിമുളയ്ക്കൽ ഭാഗത്ത് മൊത്തം ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ മുട്ടയിടുന്നതിൽ കൂടെ ഒരു 5000 മുട്ടയെങ്കിലും വിരിഞ്ഞാണ് ഇതിന്റെ കുഞ്ഞുങ്ങൾ പുറത്തോട്ട് വരുന്നത്.
അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫലപ്രദമായ രീതിയിലുള്ള ഒരു നിർമ്മാർജ്ജന മാർഗം പൊതുജനങ്ങൾക്ക് കൃത്യമായ അവബോധം കൊടുത്തുകൊണ്ട് തന്നെ മുഴുവൻ ഭാഗങ്ങളിലും ഉള്ള വീടുകളിലെ ആളുകളെ ബോധവൽക്കരിച്ച് കൃത്യമായ രീതിയിൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഓരോരോ വീടുകളിലുള്ളവർ ഉപ്പോ അതുപോലെ എന്തെങ്കിലും കെമിക്കലോ ഉപയോഗിച്ച് നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ദിനം പ്രതി ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏകദേശം 4 വർഷത്തോളമായിട്ട് ഈ ഒച്ച് നമ്മുടെ പ്രദേശമാകെയുള്ള കൃഷിയെ നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിയാത്മകമായ ഒരു പദ്ധതി ഭരണകർത്താക്കളിൽ നിന്നും ഉണ്ടാവാതെ ഇത് ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വാസ്തവമാണ്. ഒച്ചുകളിൽ മെനഞ്ചൈറ്റിസ് ബി രോഗത്തിന് കാരണമായേക്കാവുന്ന പരാഗവിരകൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഇവയുടെ സ്രവം ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ചൊറിച്ചിൽ പോലെയുള്ള അലർജി രോഗങ്ങൾ മനുഷ്യരിലേക്ക് വരുമെന്നും നാട്ടുകാർ ഭയപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.